ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ഇന്ന് അമാവാസ്യയാണ്. അതായത് സാധാ അമാവാസ്യയല്ല, കുബേര അമാവാസ്യയാണ്. അതായത് അമാവാസ്യകളിൽ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും വ്രതം എടുക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അതുപോലെ തന്നെ അതിലും വളരെ ശ്രേഷ്ഠമായ ഒരു അമാവാസ്യയാണ് കുബേര അമാവാസി എന്ന് പറയുന്നത്. കുബേര അമാവാസി എന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ് അമാവാസി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ സ്ത്രീജനങ്ങളായാലും പുരുഷന്മാരായാലും വീട്ടിൽ നല്ല വ്രതശുദ്ധിയോടെ ഇരിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമ്മളൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സന്ധ്യ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയും നമ്മൾ ധനപരമായിട്ടും ഒക്കെ വളരെയേറെ ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു വലിയ ആശ്വാസമായിരിക്കും ഇത്. അത് ആ ധനപരമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടിലാണോ നിങ്ങൾ പെട്ടിരിക്കുന്നത്, അതോ തൊഴിലില്ലാത്തതിലുള്ള ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ ധനപരമായ ബുദ്ധിമുട്ടാണോ, അങ്ങനെ എന്ത് പ്രശ്നത്തിലാണോ അകപ്പെട്ടിരിക്കുന്നത് അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ക്രിയയിലൂടെ നിങ്ങൾക്കുണ്ടാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ ശിവഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ശിവഭഗവാനെ അതായത് ശിവഭഗവാനെ ഒപ്പം ദേവിയെയും പ്രാർത്ഥിക്കാം. അതുപോലെ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അതായത് വ്രതങ്ങളൊന്നും എടുത്തില്ലെങ്കിലും ഈ ഒരു ക്രിയ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അതായത് വൈകിട്ട് വിളക്ക് കത്തിച്ചതിന് ശേഷം രാത്രിയിൽ ചെയ്താൽ മതിയാകും. കാര്യം ഇത് രാത്രിയിൽ ചെയ്യേണ്ട ക്രിയയാണ്. എന്നു വെച്ചാൽ അമാവാസ്യയല്ലേ, അപ്പം രാത്രിയിൽ ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ഇന്ന് വ്രതം എടുക്കാൻ പറ്റാത്തവരിത് ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ക്രിയ എല്ലാവരും ചെയ്യുക. അതോടൊപ്പം തന്നെ ശിവഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ, അതായത് ഓം നമഃ ശിവായ, ഓം ത്രയംബകം ഒക്കെ ചൊല്ലി, ഓം ത്രയംബകം യജാമഹീം സുഗന്ധിയും പുഷ്ടിവർദ്ധന ഉർവാരുപമയോ ബന്ധനാൽ മൃത്യോ മൂഷ്യ മാമൃതാൽ, ഈ മന്ത്രം ജപിക്കുക. അതുപോലെ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണീധാര പ്രണതോസ്മി സദാശിവം എന്ന ആ ഒരു മന്ത്രം ജപിക്കുക. അങ്ങനെ നമുക്ക് എന്തെല്ലാം മന്ത്രങ്ങൾ അറിയാമോ, ശിവഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ നമ്മൾ ജപിക്കുക. അതുപോലെ ദേവിയുടെ ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതി എന്നുള്ള ആ മന്ത്രവും ജപിക്കുക. അങ്ങനെ ഒക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിനടുത്ത് കൂവളത്തിൻ്റെ ഇല കിട്ടുമെങ്കിൽ കൂവളത്തില്ല വൈകിട്ട് നമുക്ക് സന്ധ്യാവന്ദനത്തിന് മുന്നേ തന്നെ ഒരു 5:30 ഒക്കെ ആകുമ്പോഴേ നമ്മൾ അത് ശേഖരിച്ചുകൊണ്ട് വരിക. അല്ലെങ്കിൽ നമ്മുടെ എരിക്കും പൂ ഉണ്ടല്ലോ, എരിക്കും പൂ കിട്ടുമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കെട്ടി ഭഗവാന് മാല ചാർത്താവുന്നതാണ്. അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എരിക്കും പൂക്കൾ ഭഗവാന് മനസ്സർപ്പിച്ച് സമർപ്പിക്കുക. അപ്പോൾ നമ്മളുടെ കഷ്ടതകളൊക്കെ ഭഗവാൻ എത്രയും പെട്ടെന്ന് മാറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ കൂവളത്തില കിട്ടുമെങ്കിൽ കൂവളത്തില കൊണ്ട് മാല കെട്ടി, അല്ലെങ്കിൽ അടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ മാല കെട്ടിയിട്ട് ഇന്ന് ഭഗവാന് ആ കൂവളത്തിലെ മാല സമർപ്പിക്കാവുന്നതാണ്. അത് വളരെയധികം ഉത്തമമാണ്. നമുക്ക് പണത്തിനേക്കാളും ഒക്കെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹവും നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ, മുൻജന്മ പാപങ്ങൾ, ചിലപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ നല്ല ആളുകളായിരിക്കും, പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലുമൊക്കെ പാപകർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിരിക്കും നമുക്ക് ആ ദാരിദ്ര്യവും ദുഃഖങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അതൊന്നും വരാതെ ഭഗവാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തോളും. ഭഗവാൻ എന്ന് വെച്ചാൽ ആ പാപങ്ങളിൽ നിന്ന് നമുക്ക് മുക്തിയാണ് തരുന്നത്. അതുപോലെ എത്ര വലിയ പാപവും ഒരു കൂവളത്ത് മാല കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതായത് പണ്ട് ഭഗവാനും ദേവിയും കിരാത രൂപത്തിൽ ഇങ്ങനെ വനത്തിലൂടെ വരികയായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ, ഒരു കാട്ടുജാതിയിൽപ്പെട്ട സ്ത്രീയെ, അവരെന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് മന്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല, കൂവളത്തിലയുടെ പ്രാധാന്യം പോലും അവർക്ക് അറിയത്തില്ല. പക്ഷേ അവരെ എല്ലാവരും ഒറ്റപ്പെടുത്തി, എല്ലാവരും അവരെ വെറുത്ത്, എന്ന് വെച്ചാൽ അവർക്ക് കുഷ്ഠരോഗം എന്ന രോഗം പിടിപെട്ടു. അങ്ങനെ നാട്ടുകാരെല്ലാം അവരെ ഓടിച്ച് അങ്ങനെ കാട്ടിലകപ്പെട്ട് അങ്ങനെ ഒരു കാട് ജീവിതം നയിക്കുകയായിരുന്നു. അവരങ്ങനെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ദുരിതപൂർണ്ണമായിരുന്നു. അപ്പോൾ ഇതൊന്നും അറിയുന്നില്ല. അവരൊരു ശിലയെടുത്ത് വെച്ചുകൊണ്ട് അവർ ഓം നമഃ ശിവായ പോലും ജപിക്കുന്നില്ല. ഈ ഇലകൾ അങ്ങനെ സമർപ്പിക്കുകയാണ്. അപ്പോൾ ആ കല്ലിനായി സമർപ്പിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭഗവാൻ മഹാദേവനും ദേവിയും കൂടെ ആ വഴിക്ക് വരുന്നത്. അപ്പോൾ ഇവരുടെ ഈ പൂജയിൽ
ഭഗവാന് തന്നെ ഇവരോട് വളരെയധികം സ്നേഹം വരികയും അങ്ങനെ ഭഗവാനും ദേവിയും ഒരുമിച്ച് തന്നെ ഇവരുടെ എല്ലാ കുഷ്ഠരോഗവും സകല രോഗങ്ങളും മാറ്റുക മാത്രമല്ല, ഭഗവാൻ അദ്ദേഹത്തോടൊപ്പം തന്നെ ദേവീ സമേതനായിരിക്കുന്ന ഭഗവാൻ അവർ തിരിച്ചു പോയപ്പോൾ ശിവലോകത്ത് കൊണ്ടുപോവുകയും അവരെ ദേവിയുടെ ഒരു ദാസിയല്ല, ദേവിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാളാക്കി അവർ ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സഖിയാക്കി മാറ്റുകയാണ് ചെയ്തത്. അത് അങ്ങനെ അവർക്ക് അതിനുള്ള ഭാഗ്യമാണ് അവർക്ക് ലഭിച്ചത്. മുജ്ജന്മ ഭാഗ്യം അവർക്ക് ലഭിച്ചു. അവരുടെ പാപങ്ങളെല്ലാം കഴുകി പോവുകയായിരുന്നു. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും പാപങ്ങളുണ്ട് അറിയാതെ പോലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നശിച്ചു പോകാൻ ഈ ഒരു ക്രിയ ചെയ്താൽ മതിയാകും. അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ക്രിയ എന്ന് വെച്ചാൽ ഇത് രാത്രിയിൽ വേണം ഇത് ചെയ്യാൻ. രാത്രിയിൽ നമ്മുടെ മഞ്ഞപ്പൊടി ഇടുന്ന ടിന്നുണ്ടല്ലോ നമ്മുടെ കിച്ചണിൽ, അത് നമ്മളെടുക്കുക. അതിനകത്തുനിന്ന് പൂർണ്ണമായിട്ടും അതിൽ മഞ്ഞപ്പൊടി നിറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ മാറ്റിയിട്ട് അതിനകത്ത് ഒരു രൂപയുടെ 5 നാണയങ്ങൾ അതിലിടുക. അതിൽ ഇട്ടതിന് ശേഷം ഈ മഞ്ഞപ്പൊടി അതിൻ്റെ മുകളിൽ ഇടുക. മുകളിലിട്ടിട്ട് ഫില്ല് ചെയ്ത് നമ്മുടെ കിച്ചണിനകത്ത് വെച്ചിരിക്കുക. അത് ടൈറ്റ് ചെയ്ത് അടച്ച് അത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ദാരിദ്ര്യ ദുഃഖത്തെ അത് ഇല്ലാതാക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ പിറ്റേ അമാവാസ്യയാകുമ്പോഴത്തേക്ക് പിന്നെ മഞ്ഞപ്പൊടി തീരുന്നതനുസരിച്ച് അതിലിട്ട് കൊടുത്തോളൂ. അമാവാസ്യയപ്പോൾ ആ നാണയങ്ങൾ എടുത്ത് മാറ്റി ആ നാണയങ്ങൾ ഒന്നുകിൽ ഭിക്ഷക്കാർക്കോ അല്ലെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ വഞ്ചിയിലോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. എന്നുവെച്ചാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട അത് വഞ്ചിയിലോ അങ്ങനെ എന്തെങ്കിലും അമ്പലങ്ങളിലോ എവിടെയെങ്കിലും നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ദാരിദ്ര്യ ദുഃഖവും കഷ്ടപ്പാടുകളും അതുപോലെ തൊഴിലിന് വേണ്ടി ദുഃഖം അനുഭവിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ ആ ദുഃഖം മാറും. വിവാഹ തടസ്സം, അതായത് വിവാഹിതരാകാൻ കാത്തിരിക്കുന്നവർക്ക് അങ്ങനെ വിവാഹമൊന്നും നടക്കാതെ അവർ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ ആ ദുഃഖം അവർക്ക് മാറിക്കിട്ടുന്നതാണ്. അങ്ങനെ എന്ത് തരത്തിലുള്ള ദുഃഖമാണോ നമ്മൾ അഭിമുഖീകരിക്കുന്നത് ആ ദുഃഖത്തിൻ്റെ കാര്യത്തോടെ പറഞ്ഞ് വേണം ഈ പൈസ അതിൽ ഇട്ട് വെക്കാൻ. അപ്പോൾ എന്ത് ദുഃഖമാണെങ്കിലും ഭഗവാൻ അത് മാറ്റിത്തരുന്നതായിരിക്കും. ഒപ്പം ഈ കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. അത് ഈ അമാവാസിക്കെന്നല്ല ഏത് അമാവാസിക്കും ചെയ്യാം. പക്ഷേ ഈ ഒരു ക്രിയ നമ്മൾ ഈ ഒരു അമാവാസിയിൽ ചെയ്യാൻ നോക്കുക. അതായത് ഇത് കുബേര അമാവാസി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ അടുത്ത മാസം ആ പൈസ അടുത്ത മാസത്തേക്ക് അതിൽ നിന്ന് എടുക്കാനും പാടുള്ളൂ. അപ്പോൾ ഈ ക്രിയ എല്ലാവരും ചെയ്യുക. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ.